ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് വെതർ. കുറേ നാളായിട്ട് വിചാരിക്കുന്നു നമ്മൾ ഇവിടെ സ്ലോവാക്യയിൽ വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അതിന് പറ്റിയൊരു ദിവസം തന്നെയാണ്. അത് ഈ വീഡിയോ തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഫുള്ള് നടക്കുന്നത്. ഇപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നു. ഉച്ചയ്ക്കാണ് നമുക്ക് ക്ലാസ് വരുന്നത്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് പല്ലും കാര്യങ്ങളും എല്ലാം തേച്ച് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നില്ല, എന്നാലും ഒരു സ്മൂത്തി അടിച്ച് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ പാലും പഴവും പിന്നെ അതുപോലെ ആപ്പിളും അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സ്മൂത്തി അടിച്ച് കുടിച്ചതിന് ശേഷം ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ച് കോളേജിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ്. ഇപ്പം രാവിലെ നേരെ സ്മൂത്തി എല്ലാം കഴിച്ച് ഇനി ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ക്ലൈമറ്റ് ഒക്കെ ഒന്ന് നോക്കാം. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. രാത്രിയൊക്കെ നല്ല ഫോഗും കാര്യങ്ങളും ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളും റെഡിയാക്കുകയാണ്. ചോറ് തലേന്നേ വെച്ചത് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. പിന്നെ രസം വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ആക്കാനായിട്ട് വിട്ടുപോയി. അപ്പം ഇത് ഇത്രയും കഴിച്ചിട്ട് നേരെ കോളേജിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇനി നമുക്കുള്ളത്. ഇവിടെ ഉച്ച സമയമാണെന്നുണ്ടെങ്കിലും വെയിൽ കാണും, പക്ഷെ അതിന് ചൂട് കാണത്തില്ല. നമുക്ക് അത്യാവശ്യം പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പ് തോന്നും. അതുകൊണ്ടാണ് ജാക്കറ്റ് ഇട്ട് വരുന്നത്. ഇപ്പം ബാക്കിയുള്ളവരെല്ലാം ബസ്സിലാണ് പോകുന്നത്. ഞാനിപ്പോൾ സ്കൂട്ടർ അവിടെ അടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ മരങ്ങളുടെ എല്ലാം കളറെല്ലാം മാറി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിന്ററിലോട്ട് അടുക്കുവാണ്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ ഇതെല്ലാം കൊഴിഞ്ഞു മാറി നമ്മുടെ എല്ല് പോലെയാവും. അതായത് ഈ മരങ്ങളെല്ലാം ചില്ലകൾ മാത്രമാവും. അപ്പം എൻ്റെ സ്കൂട്ടറാണ് ആ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇത് നമ്മുടെ റൂമിൽ തന്നെയുള്ള ആളുടെ സ്കൂട്ടർ തന്നെയാണ്. അപ്പം നേരെ വരിക. അപ്പം പെട്രോൾ ഇന്നലെ രാത്രി നമ്മൾ ബോൾട്ടിന് ഓടാൻ പോയിട്ട് തിരിച്ച് പെട്രോൾ അടിക്കാതാണ് വന്നത്. അപ്പം ഇനിയിപ്പം കോളേജിലോട്ട് പോകുന്ന വഴിക്ക് അടിക്കാൻ സമയമില്ല. തിരിച്ചു വരുമ്പോഴത്തേക്ക് പെട്രോൾ ഫുൾ ടാങ്ക് ആക്കാം. കമ്പാരിറ്റീവ്ലി നമുക്ക് നാട്ടിലെ വെച്ച് നോക്കാം. നാട്ടിലെ വെച്ച് നോക്കുമ്പോഴല്ല, ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ പെട്രോളിന് വിലക്കുറവ് തന്നെയാണ്. അപ്പം സ്കൂട്ടർ നമുക്ക് വിന്റർ സമയത്ത് ഈ സ്കൂട്ടർ ഓടിക്കാൻ പറ്റത്തില്ല. എന്നാലും നോർമൽ സമയങ്ങളിൽ നല്ലൊരാശയമാണ് ഈ സ്കൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരെ കോളേജിൽ എത്തിയിട്ടുണ്ട്. കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ സ്കൂട്ടർ പാർക്ക് ചെയ്യാം. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ് എല്ലാം തുടങ്ങി. ഇവിടെ എല്ലാം പഞ്ച്വലാണ്. 1 മണിക്കെന്ന് പറഞ്ഞാൽ 1 മണിയാകുമ്പം തന്നെ തുടങ്ങും. അപ്പം നേരെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫണ്ടമെന്റൽ ആണ്. നമ്മൾ ഈ ബാക്ക് സൈഡിൽ തന്നെ ഇതിപ്പം നമ്മുടെ ഇന്ത്യൻസ് ആണ് കൂടുതൽ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഇതിന്റെ 2 സെക്ഷൻ ആയിട്ടാണ് ക്ലാസ്സിൽ വരുന്നത് ഫണ്ടമെന്റൽസിന്റെ. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം അവർ പ്രോജക്റ്റും കാര്യങ്ങളും സെമിനാർ അസൈൻമെന്റ് അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ബോർഡിൽ നമ്മുടെ വരച്ചതിന് ശേഷം ഡയമെൻഷനും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് നമ്മളെ ഓരോരുത്തരെ വിളിക്കും. അപ്പം നമ്മൾ ബാക്ക് സൈഡിലായിട്ട് തന്നെ വന്ന് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു ഫണ്ടമെന്റൽസിന്റെ ക്ലാസ് കഴിഞ്ഞ് നേരെ പ്രോഗ്രാമിംഗ് ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ക്ലാസ്സിലോട്ട് പോകാനായിട്ട് നമ്മളിങ്ങനെ കറങ്ങി നടക്കുവാണ്. ഇനി അതിന്റെ ക്ലാസ് കണ്ടുപിടിക്കുക. അവിടെ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം ഉറപ്പിക്കണം. ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓരോ കോറിഡോർ വരുന്നതിൻ്റെയും ജോയിന്റ് ചെയ്യുന്ന പോർഷനിലായിട്ട് വരുന്നതാണ്. 4 ഫ്ലോറിലാണ് നമുക്ക് കോളേജ് വരുന്നത്. എല്ലായിടവും ഇതേ കണക്കുള്ളൊരു സെക്ഷൻ കാണും. അപ്പോൾ അടുത്ത പ്രോഗ്രാമിങ്ങിന്റെ സെക്ഷൻ ആണ്. അപ്പം നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നവർ USA എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ പലയിടത്തു നിന്നായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം പ്രോഗ്രാമിംഗ് ആണ് ഇനിയുള്ള ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ലാപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നമ്മൾ ഇവിടുന്ന് ചെയ്യും. പക്ഷേ നല്ല രീതിയിൽ പ്രോഗ്രാമിംഗ് അറിയാന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. നാട്ടിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കുറച്ച് പഠിച്ചിട്ടൊക്കെ വരിക. പ്രധാനമായിട്ടും എസ് അഡ്മിഷൻ, അതും മെക്കാനിക്കലിൽ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാത്സ് അതുപോലെ പ്രോഗ്രാമിംഗ് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബേസും കാര്യങ്ങളും എല്ലാം പഠിച്ച് കുറച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്ട്രഗിൾ ഇല്ലാതെ ഇവിടെ പിടിച്ചു നിന്ന് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ട് ടൈമുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം സമയമെടുക്കും കിട്ടാനൊക്കെ ആയിട്ട്. നമ്മളിപ്പം നേരെ പാർട്ട് ടൈമിനാണ് അടുത്ത പോകാൻ പോകുന്നത്. അപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണി ആ സമയമാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങിയിരിക്കുവാണ്. അപ്പം നേരെ റൂമിലോട്ട് പോവുക. ഒന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചതിന് ശേഷം വർക്കിനായിട്ട് ഇറങ്ങാനായിട്ടുള്ള പ്ലാനാണ് ഇനി ഉള്ളത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ പാർട്ട് ടൈം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 10 മണി 10:30 ആ റേഞ്ച് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് റൂമെത്താനായിട്ടുള്ള പ്ലാനാണ്. കാരണം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പാവും. അപ്പം റൂമിലോട്ട് വരിക, ഫ്രഷ് ആവുക, ഇതൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ദിവസം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഫുൾ ഡേ ക്ലാസ് കാണും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നെങ്കിൽ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ടു ഈവനിങ് അങ്ങനെയാണ് പോകുന്നത്. വീക്കിലി നമുക്ക് 4 ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം നേരെ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തി നമ്മളെ ലാപ്ടോപ്പും കാര്യങ്ങളും എല്ലാം റൂമിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ഡെലിവറി ബാഗും കാര്യങ്ങളും എടുക്കുക. ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക. ജോലിക്കിറങ്ങുക. ഇതാണ് പ്ലാൻ. പിന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, പഠിക്കാൻ വന്നാൽ മെച്ചമാണോ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ജോലിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് റിപ്ലൈ ഇടാനായിട്ട് പറ്റാഞ്ഞത്.
മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ ഇടാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ റിപ്ലൈ ഇടാം. അപ്പോൾ ഇവിടെ എന്താ പറയുക, ബാഗുമായിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ഓർഡർ എടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചേക്കുന്നത് നമുക്ക് മക്ഡൊണാൾഡ്സിൽ നിന്നായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ ആ ഓർഡർ എടുത്ത് പോവുക. ചെറിയ ചെറിയ സ്ലോവാക്ക് വാക്കുകളൊക്കെ നമുക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ സോഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഓർഡർ കഴിഞ്ഞ് നമ്മൾ നേരെ ഓൾഡ് ടൗണിലാണ് എത്തിയേക്കുന്നത്. ഓൾഡ് ടൗണിൽ നിന്നാണ് അടുത്ത ഓർഡർ അടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഓൾഡ് ടൗണിൽ നിന്ന് നമുക്ക് കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. അവിടെ വന്ന് സാധനം എടുത്ത് കസ്റ്റമറിന്റെ ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിക്കാണ് നമുക്കൊരു പണി കിട്ടിയത്. അതായത് നമ്മൾ അറിയാതെ ഒരു റെഡ് ലൈറ്റ് ചാടിയായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് വന്നു. പോലീസ് പിടിച്ചു. അപ്പോഴേ ഫൈൻ അടച്ചു. 1 2 അല്ല, 20 യൂറോ ആണ് അവർ ഫൈൻ അടിച്ച് തന്നത്. അപ്പം ഈ കാണുന്നതാണ് ആ ഫൈൻ അടിച്ച 10 യൂറോ വെച്ചുള്ള 2 ടിക്കറ്റാണ് അടിച്ച് കിട്ടിയത്. ഇവിടുത്തെ പഞ്ച്വാലിറ്റി ആണെന്നുണ്ടെങ്കിലും ട്രാഫിക് റൂൾസ് ആണെങ്കിലും അത്യാവശ്യം നമ്മളെ നാട്ടിലെ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാനും കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫൈനൊക്കെ കിട്ടും. അപ്പോൾ ഏകദേശം 150 യൂറോ ഒക്കെ ഫൈൻ അടിച്ച് കിട്ടിയ ടീംസൊക്കെ നമ്മളെ കൂടെ തന്നെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റൂൾസും കാര്യങ്ങളും ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ട്രാഫിക് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്ന സമയമെടുക്കും. അപ്പം നേരെ അതോടുകൂടി നിർത്തി റൂമിലോട്ട് വന്നു. ഇന്നത്തെ മൂഡ് പോയി. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിക്കുക. നമ്മുടെ പ്ലാന് വേറൊന്നുമല്ല, നേരെ കിടന്നുറങ്ങുക. ഇന്നിനി പഠിക്കാനും വേറെ കാര്യങ്ങൾക്കൊന്നും വേറെ പ്ലാനൊന്നും ഇടുന്നില്ല. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുത്ത ദിവസം തന്നെ നമ്മളെ പോലീസും പിടിച്ചു. സോ ഇതാണ് സ്ലൊവാക്യയിലെ ഒരു ദിവസം. അപ്പോൾ സൈനിങ് ഓഫ്, യുണീക്ക് വെതർ.